ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ബിഫോർ ദാറ്റ് ഐ ആം ഹരിത. ഈ ഒരു ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിൽ നമ്മുടെ സിലബസ് ഒക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ സെറ്റ് എക്സാമോ HSST ഫിസിക്കൽ സയൻസ് ഒക്കെ ചിലരെങ്കിലും അതിൽ കൂടെയൊക്കെ പോയിട്ടുള്ളവരായിരിക്കും. സെയിം ഓൾമോസ്റ്റ് സെയിം സിലബസ് തന്നെയാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഓൾമോസ്റ്റ് അല്ല, പക്ക അങ്ങനെ തന്നെയാണ്. HSSTന്റെ ഒക്കെ സിലബസ് അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് അതൊരു യൂസ്ഫുൾ ആയിട്ട് സെറ്റിന്റെയും HSSTന്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഈവൻ ദോ ഇവിടെ ഇപ്പോ സയന്റിഫിക് ഓഫീസറിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അത്ര അവൈലബിൾ അല്ല. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സെറ്റിന്റെയും HSSTന്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ സോൾവ് ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഏകദേശം സെയിം ടോപ്പിക് ആണ്. അപ്പൊ ഫിസിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ടച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് കൊണ്ടുവരൽ ചെറിയൊരു ടാസ്ക് ഉള്ള സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും നിങ്ങൾ സിലബസിലുള്ള ചെറിയ ചെറിയ ടേംസ് ഒന്നും കണ്ടിട്ട് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. നമ്മൾ എക്സാം ബേസിക് ലെവലിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. നമ്മൾ +1 +2 എന്തൊക്കെ ടോപ്പിക്സ് ബേസിക് ലെവലിൽ പഠിച്ചിട്ടുണ്ട് അവിടുന്ന് മുതൽ ശരിക്കും നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ എങ്ങനെയാ വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഓരോ മൊഡ്യൂളിന്റെ ലാസ്റ്റ് കൊടുത്തത് അതൊന്നും ഇതുവരെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. നമുക്ക് സിലബസിൽ അത് ഇൻക്ലൂഡ് ചെയ്തെന്നേ ഉള്ളൂ. സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സാമിനെ കുറിച്ചൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാനുള്ളത്. പിന്നെ ഉള്ള ഒരു കാര്യം, നമ്മൾ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിൽ 2 സെക്ഷൻസ് ആയിട്ടാണുള്ളത്. ന്യൂക്ലിയർ ഫിസിക്സും അതേപോലെ തന്നെ പാർട്ടിക്കിൾ ഫിസിക്സും. പാർട്ടിക്കിൾ ഫിസിക്സിലാണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് വരാറ്. ന്യൂക്ലിയർ ഫിസിക്സിൽ പ്യോർലി തിയറി ബേസ് ചെയ്തിട്ടാണ് അധികവും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറ്. സംടൈംസ് ന്യൂക്ലിയർ ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ സിമ്പിൾ കാൽക്കുലേഷൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ പാർട്ടിക്കിൾ ഫിസിക്സിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒത്തിരി പാർട്ടിൽ ഉണ്ടാവുക. അതിൽ തന്നെ നമുക്ക് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് വൈഡ് ആയിട്ടാണ് കിടക്കുന്നത്. കോൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കാനൊക്കെ ഈസിയാണ്, പക്ഷെ നമുക്ക് ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒത്തിരി ക്ലാസിഫിക്കേഷൻസ്, നെയിംസ്, അതേപോലെ സ്പിൻ, അവരുടെ പ്രോപ്പർട്ടീസ്. അപ്പൊ നമ്മൾ ഒത്തിരി പാർട്ടിക്കിൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ ആളുകളുടെയും പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മൾ എങ്ങനെയെങ്കിലും മനസ്സിലൊന്ന് സെറ്റ് ആക്കി കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്. കാരണം ഇതിൽ ഒത്തിരി അപ്ലിക്കേഷൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പഠിച്ച കാര്യം ഓർത്തിരുന്നാല് നമുക്ക് സ്കോർ ചെയ്യുന്ന പോർഷൻസ് ആണ് എന്തിലുണ്ടാവുക? ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിൽ ഉണ്ടാവുക. ബാക്കി ഇപ്പൊ നമ്മൾ മാത്തമാറ്റിക്കൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച അതേ പോർഷൻ ആവണമെന്നില്ല. അതേപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ പഠിക്കുമ്പോഴും ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ച ലെവലിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആവണമെന്നില്ല. ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബട്ട് നമ്മൾ കുറച്ചൊന്ന് എന്ത് ചെയ്യണം? ഓർത്തിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി ഇൻട്രോഡക്ഷൻ സെക്ഷൻ. അപ്പൊ നമുക്കിനി ഡയറക്റ്റ് ആയിട്ട് ചാപ്റ്ററിലോട്ടേക്ക് കടക്കാം. ഇന്നിപ്പോ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും കാൽക്കുലേഷൻസും ഒക്കെയാണ്. പിന്നെ വൺ മോർ തിങ്, നിങ്ങൾ സിലബസിന്റെ താഴെ ഒരു നിർബന്ധവും ഇല്ല. അതേപോലെ തന്നെ ഔട്ട് ഓഫ് സിലബസ് ആണ് ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലൈക്ക് എല്ലാ തിയറിയിലേക്കും നമ്മൾ വരുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട്, അതായിരിക്കും അതിന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ പോർഷൻസ് നമുക്ക് അത് ക്വസ്റ്റ്യൻ ഒരു ബേസിക് നോളജ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയർ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവാം. ഞാൻ ഓരോ സെക്ഷനിലും വന്നിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വേ കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, പിന്നെ പാർട്ടിക്കിൾ ഫിസിക്സ് പഠിക്കാൻ കുറെ ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒത്തിരി ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ജേർണി. എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. നമുക്ക് ടുഗെദർ ഈ ഒരു എക്സാം എന്ത് ചെയ്യാം? നന്നായിട്ട് എടുക്കാൻ ഹാർഡ് വർക്ക് ചെയ്യാം. ഓക്കെ, സോ ന്യൂക്ലിയർ ഫിസിക്സ് ആണ് മൊഡ്യൂൾ എങ്കിലും ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റുദർഫോർഡ് ആറ്റം മോഡൽ ആണ്. റുദർഫോർഡ് ആറ്റം മോഡലിന് ന്യൂക്ലിയർ ഫിസിക്സിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത് എന്ന് ആർക്കെങ്കിലും അറിയാമോ?
ഓക്കെ, അതായത് റുദർഫോർഡ് ആറ്റം മോഡൽ ആക്ച്വലി ആറ്റോമിക് സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മോഡലായിരുന്നു. പക്ഷെ ആ മോഡൽ എന്ത് ചെയ്യും, നമ്മൾ ഒരുപാട് ലിമിറ്റേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് റുദർഫോർഡ് ആറ്റം മോഡൽ എന്ന് പറയുന്നത്. എന്നാലും റുദർഫോർഡ് ആറ്റം മോഡലിന് അറ്റോമിക് ഫിസിക്സിലും ഇമ്പോർട്ടന്റ് ഉണ്ട്, ന്യൂക്ലിയർ ഫിസിക്സിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് ന്യൂക്ലിയർ ഫിസിക്സില് എന്ന് പറയുന്ന ടേം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് റുദർഫോർഡിന്റെ ആറ്റം മോഡൽ ആണ്. അപ്പൊ നമ്മുടെ ടോപ്പിക് സിലബസ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂക്ലിയർ സൈസ്, ഷേപ്പ്, ബൈൻഡിങ് എനർജി എന്നൊക്കെ പറയുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റുദർഫോർഡ് മോഡലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഈ പറയുന്ന സിലബസ് കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാം ക്വാളിഫൈ ചെയ്യണം നിർബന്ധമില്ല. ആ സിലബസിൽ എവിടെ നിന്നാണ് അതിന്റെ സ്റ്റാർട്ടിങ് എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു ഫ്ലോയിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ റുദർഫോർഡ് ആറ്റം മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ലെവലിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നമുക്കത് കണ്ണായിട്ട് നോക്കാം. റുദർഫോർഡ് ആറ്റം മോഡലിന്റെ കൺക്ലൂഷൻസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശരിക്ക് നിങ്ങൾക്ക് അറിയുമായിരിക്കും, പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണ് റുദർഫോർഡ് ആറ്റം മോഡല് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന കൺക്ലൂഷൻസിലോട്ടേക്ക് എത്തിയിരിക്കുന്നത്. സോ ഒന്നാമത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ മാസ് ആൻഡ് ഹോൾ പോസിറ്റീവ് ചാർജ്. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണ്, മോസ്റ്റ് ഓഫ് ദ മാസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് മാസ് അല്ല, ബട്ട് മോസ്റ്റ്. ബട്ട് ഹോൾ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്. ഓക്കെ, സോ നമ്മളെ ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദ മാസും ഫുൾ പോസിറ്റീവ് ചാർജും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സ്മോൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു പോയിന്റ് നമ്മൾക്ക് കിട്ടാനുള്ള റീസൺ എന്താണ്, നമ്മൾ ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്, ആൻഡ് ഇവിടെ ഞാനൊരു ഗോൾഡ് ന്യൂക്ലിയസ് ആണ് എടുത്തിരിക്കുന്നത്. ആൽഫ പാർട്ടിക്കിൾ ഗോൾഡ് ന്യൂക്ലിയസിൽ ടച്ച് ചെയ്ത് രണ്ടുപേരും എന്താണ്, പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ആണ്. സോ ഇവിടെ ഉറപ്പായിട്ടും റിപ്പൽഷൻ ഉണ്ടാവും. അങ്ങനെ വരുന്ന എല്ലാ ആൽഫ പാർട്ടിക്കിൾസിലും ശരിക്കും നിങ്ങൾ +1 +2 +2ലാണെന്ന് തോന്നുന്നു ഈ ഒരു പോർഷൻ ഉള്ളത്. മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് എന്താ ചെയ്യുന്നത്, അൺഡീവിയേറ്റഡ് ആയിട്ട് പാസ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിലാണ് എന്ത് സംഭവിക്കുക, ഡീവിയേഷൻ സംഭവിക്കുക അല്ലെ. അപ്പൊ ഒരു 90% ആൽഫ പാർട്ടിക്കിളും അൺഡീവിയേറ്റഡ് ആയിട്ട് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, അവിടെ ഒത്തിരി സ്പേസ് എംപ്റ്റി ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഒരു കുഞ്ഞു പോർഷനിൽ മാത്രമേ മാസ് ഉള്ളൂ. ആ ഒരു എന്താ പറയുക എക്സ്പെരിമെന്റൽ റിസൾട്ട് ആണ് നമ്മൾ ഒന്നാമത്തെ കൺക്ലൂഷനിലോട്ടേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ ആറ്റത്തിന്റെ ഉള്ളില് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഓക്കെ, സോ സെക്കൻഡ് തിങ്, electrons are spread over remaining part of the atom, leaving plenty of empty space. ഈ ഒരു ന്യൂക്ലിയസിന് അറൗണ്ട് ആയിട്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്രെഡ് ആക്ച്വലി റിവോൾവിംഗ് അറൌണ്ട് ദി ഓർബിറ്റ്സ് അറൌണ്ട് ദ ന്യൂക്ലിയസ് എന്നാണ് നമ്മൾ റുദർഫോർഡ് മോഡൽ ഉള്ളത്. ബട്ട് നമുക്ക് എന്തറിയാം, ഇങ്ങനൊരു സർക്കുലർ പാത്തില് ഇലക്ട്രോൺസ് ആയിട്ട് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുവല്ല എന്ന് നമുക്ക് പിന്നെ വന്ന മോഡലുകൾ പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അവിടെ എഴുതിയിട്ടുള്ളത്, സ്പ്രെഡ് ഓവർ റിമൈനിങ് പാർട്ട് ഓഫ് ആറ്റം, ലീവിംഗ് പ്ലെന്റി ഓഫ് എംപ്റ്റി സ്പേസ്. ഓക്കെ, നൗ നെക്സ്റ്റ് പോയിന്റ് ഇസ് ടോട്ടൽ നെഗറ്റീവ് ചാർജ് ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഓഫ് ന്യൂക്ലിയസ്. അതുകൊണ്ടാണ് നമ്മൾ ആറ്റം എന്തായിട്ടിരിക്കുന്നത്, ന്യൂട്രൽ ആയിട്ടിരിക്കുന്നത്. എത്ര ഇലക്ട്രോൺസ് ആണോ ഉള്ളത് അത്രയും പോസിറ്റീവ് ചാർജസ് നമ്മൾ ന്യൂക്ലിയസിൽ പ്രസന്റ് ആയിട്ടിരിക്കും. ഓക്കെ, നൗ ഇലക്ട്രോൺസ് റിവോൾവ്സ് അറൌണ്ട് ന്യൂക്ലിയസ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പോർഷൻ നമ്മളെ മൊഡ്യൂളിൽ ഇല്ല, ബട്ട് അറ്റോമിക് ഫിസിക്സിലും ന്യൂക്ലിയർ ഫിസിക്സിലും ഒക്കെ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് 2 ചാർജ്, Q1 and Q2, and they are separated by a distance r. അങ്ങനെയാണെങ്കിൽ ആ 2 ചാർജസ് അട്രാക്ട് ചെയ്യാം, റിപ്പൽ ചെയ്യാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈൻ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയിട്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും.
their attractive force അല്ലെങ്കിൽ repulsive force, നമുക്ക് commonly അതിനെ എന്ത് വിളിക്കാം? Their interaction F is equal to what? 1 by 4 pi epsilon naught Q1 Q2 by R square. ഇതാണ് first particle, second particle around the nucleus that are negatively charged particles, and they are separated by a distance which is the radius of the orbital. അല്ലെ, നമ്മൾ ഈ ഒരു മോഡൽ വെച്ചിട്ടാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ദ ഓർബിറ്റൽ റേഡിയസ്. നൗ അതിനെ ഞാൻ ഒരു R ആയിട്ടാണ് വിളിക്കുന്നതെങ്കിൽ വാട്ട് ഇസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? ദാറ്റ് ഇസ് 1 by 4 pi epsilon naught. ന്യൂക്ലിയർ ചാർജ് നമ്മൾ നോർമലി ZE എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ZE എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു നൊട്ടേഷൻ പഠിച്ചിട്ടുണ്ടാവും. ZA എന്ന് പറയുന്നത് നമ്മൾ ഒരു എലമെന്റിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ? A എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്, ആൻഡ് Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്. ആൻഡ് മാസ് നമ്പർ മീൻസ്, ഇപ്പൊ സംഭവം സിമ്പിൾ കാര്യങ്ങളാണ്, ബട്ട് ഒരു കുഞ്ഞു മിസ്റ്റേക്സ് പോലും നമ്മളെ ഭാഗത്ത് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ ഓരോ കുഞ്ഞു പോയിന്റ്സും പറയുന്നത് കേട്ടോ. സോ മാസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കൂടെ നമ്പർ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയാ. വേറെസ് അറ്റോമിക് നമ്പർ ഇസ് നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ, രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ZE ക്വാണ്ടിറ്റി എന്തായിരിക്കും? Z is number of protons into its charge. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജ് എന്ത് സെയിം ആണ്, പക്ഷെ സൈന് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. സോ അപ്പൊ നമുക്ക് ന്യൂക്ലിയസിന്റെ ചാർജ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? Z into E, where Z is atomic number അല്ലെങ്കിൽ number of protons. ഒരു പ്രോട്ടോണിന്റെ ചാർജിനെ നമ്മൾ E എന്ന് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ Z നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ ചാർജിനെ നമുക്ക് ZE എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ZE into E ഒരു ഇലക്ട്രോണും ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്, ഡിവൈഡ് ബൈ R സ്ക്വയർ. സോ ദിസ് ഇസ് ദി ഇന്ററാക്റ്റീവ് ഫോഴ്സ് ദാറ്റ് കീപ്സ് an electron in its orbital. ഓക്കെ, നമുക്കൊരു ഇലക്ട്രോണിനെ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു പോയിന്റ് എന്താണ്? ഇലക്ട്രോണിനെ ആ ഒരു ഷെല്ലിൽ അല്ലെങ്കിൽ ഓർബിറ്റില് നിലനിർത്തിയിരിക്കുന്ന ഫോഴ്സ് ആണ് ഞാൻ ഇപ്പൊ എഴുതിയത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യിപ്പിക്കണമെങ്കിലും നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എന്ത് തന്നെയാണ്? നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഇതേ മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കോൺസെപ്റ്റ് എന്താണ്? ദ ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു വാട്ട്? എനർജി അല്ലെങ്കിൽ ദ ഫോഴ്സ് റിക്വയർഡ് ടു പുൾ ഔട്ട് ആൻ ഇലക്ട്രോൺ ഫ്രം ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സെയിം ഫോഴ്സ് അതിനെ ടുഗെദർ നിർത്തിയിരിക്കുന്ന അതേ ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ റുദർഫോർഡ് മോഡലിന്റെ കൺക്ലൂഷൻസ് ഞാൻ അത്രയും പോയിന്റ്സ്. ആൽഫ പാർട്ടിക്കിൾ നമ്മൾ ഗോൾഡൻ ന്യൂക്ലിയസ് വെച്ചിട്ട് ബോംബാർഡ് ചെയ്യുമ്പോൾ അവിടുന്ന് നമുക്ക് കാണുന്ന റിസൾട്ട്സുകൾ വെച്ചിട്ടാണ് റുദർഫോർഡ് മോഡൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ എന്താണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആൽഫ ഹീലിയം ന്യൂക്ലിയസിനാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. വെരി ഗുഡ്. സോ ഇതാണ് നോർമൽ ഹീലിയം എന്ന് പറയുന്നത്. ഹീലിയത്തിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാലുള്ള 2 പ്രോട്ടോൺ ആൻഡ് 2 ന്യൂട്രോൺ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എന്ന് പറയുന്നത് 2 പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഈ ആൽഫ പാർട്ടിക്കിൾ വെച്ചിട്ടാണ് നമ്മൾ ഗോൾഡ് ന്യൂക്ലിയസ് ബോംബാർഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നേരത്തെ പാർട്ടിക്കിൾസ് ഡീവിയേറ്റഡ് ആയിട്ട് പോകും. ചില ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ബൗൺസ് ബാക്ക് ചെയ്യും. ഇത് 3 വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിസൾട്ട്സ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടുള്ള നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വാണ്ടിറ്റി ആണ് ഫോഴ്സ് ബിറ്റ്വീൻ ആൽഫ പാർട്ടിക്കിൾ ആൻഡ് ഗോൾഡ് ന്യൂക്ലിയസ്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് എന്ന് പറയുന്നത് 1/5 epsilon naught Q1 Q2 by R square ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു ആൽഫ പാർട്ടിക്കിളും ഇവിടെ ഒരു ഗോൾഡ് ന്യൂക്ലിയസ്, സപ്പോസ് ഗോൾഡ് ന്യൂക്ലിയസിന്റെ അറ്റോമിക് നമ്പർ നമ്മൾ Z ആയിട്ട് എടുക്കുവാണ്, ആൻഡ് ദെയർ സെപ്പറേഷൻ
ഡി ആണെങ്കിൽ ഈ ഒരു ഇന്ററാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ഇൻകമിങ് ആൽഫ പാർട്ടിക്കിൾ ആൻഡ് ടാർഗറ്റ് ന്യൂക്ലിയസ്, നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻകമിങ് ആൽഫ പാർട്ടിക്കിൾ ആൻഡ് ഗോൾ ന്യൂക്ലിയസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള റിപ്പൽസീവ് ഫോഴ്സ്, ഉറപ്പായിട്ടും ദേ ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ന്യൂക്ലിയസ് ആണ് രണ്ടും. അപ്പൊ അവർക്കിടയിൽ ഉണ്ടാവുന്ന റിപ്പൽസീവ് ഫോഴ്സ് എന്തായിരിക്കും? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ആൽഫ പാർട്ടിക്കിളിൽ ഞാൻ പറഞ്ഞു ന്യൂക്ലിയസ്, നമ്മുടെ ഹീലിയം ന്യൂക്ലിയസ് ആണ്, 2 പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജ് ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് 2e ആൻഡ് ഗോൾഡ് ന്യൂക്ലിയസിന്റെ ചാർജ് നമ്മൾ എങ്ങനെ പറയാ? Z ആണ് അറ്റോമിക് നമ്പർ എങ്കിൽ വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഗോൾഡ് ന്യൂക്ലിയസ്? Ze. Okay, fine. And separation is D, then repulsive force is equal to 1 by 4 pi epsilon naught Ze into 2e divided by D square. So, അതും എല്ലാ പോർഷൻസും ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് വരണമെന്നൊന്നുമില്ല. ഞാൻ ആ ഒരു ടോപ്പിക് ഉള്ളത് കൊണ്ട് അതിൽ എക്സ്ട്രാ വരാൻ ചാൻസ് ഉള്ളതൊന്ന് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, നൗ രണ്ടാമത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഈ സെക്ഷനിലുള്ള നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അതായത് നമ്മുടെ ആൽഫ പാർട്ടിക്കിള് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസിന്റെ അടുത്തോട്ടേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഡ്യൂ ടു ദാറ്റ് റിപ്പൽഷൻ ആൽഫ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? റെഡ്യൂസ്ഡ് ആവും. ബിക്കോസ് ഫാസ്റ്റ് മൂവിംഗ് വരുമ്പോൾ അവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനർജി എന്താവും? റെഡ്യൂസ്ഡ് ആവും. സോ കൈനറ്റിക് എനർജി റെഡ്യൂസസ് ആൻഡ് കൈനറ്റിക് എനർജി റെഡ്യൂസ് ചെയ്ത് ഫൈനലി സീറോ ആയി, കൈനറ്റിക് എനർജി സീറോ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടാം. വിച്ച് മീൻസ് കംപ്ലീറ്റ് കൈനറ്റിക് എനർജി ഇപ്പൊ എനർജി ആയിട്ട് മാറി? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി. വെലോസിറ്റി കുറഞ്ഞ് കൈനറ്റിക് എനർജി റെഡ്യൂസ് ആയി എന്ന് പറഞ്ഞാൽ ദിസ് കൈനറ്റിക് എനർജി gets converted to potential energy. So at this distance, ഏത് ഡിസ്റ്റൻസില്? ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, അതൊരു സിംഗിൾ ടേം ആണ്. അറ്റ് ദിസ് ഡിസ്റ്റൻസ് kinetic energy of alpha particle is completely converted to electrostatic potential energy. അപ്പോ പിന്നൊരു കാര്യം എക്സ്ട്രാ ഓർക്കേണ്ടത്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും കൈനറ്റിക് എനർജി എന്ത് തന്നെയാണ്? ഹാഫ് mv². നമുക്ക് മാസും വെലോസിറ്റിയും അറിഞ്ഞാൽ മതി. ബട്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ കേസ് അങ്ങനെയല്ല. നമ്മളൊരു സിസ്റ്റം മാറുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമാറ്റ് മാറും. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, പിന്നെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഓരോന്നും ഓരോ ഫോർമാറ്റ് ആണ് വരുന്നത്. മസ്റ്റ് ആയിട്ടും ആ ഫോർമാറ്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് എടുക്കുന്ന മാം പറഞ്ഞുതരും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബിക്കോസ് ക്ലാസിക്കൽ മെക്കാനിക്സിലാണ് പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ബിക്കോസ് നിങ്ങൾക്ക് ലഗ്രാഞ്ചൻ ഡൈനാമിക്സിൽ നിന്ന് മസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും. അവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എഴുതണം. അപ്പൊ ഓരോ സിസ്റ്റത്തിന്റെയും നിങ്ങൾ അവിടെ പഠിക്കും. ഇവിടെ ഇപ്പോ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയിലോട്ടാണ് കൺവേർട്ടഡ് ആവുന്നത്. ബിക്കോസ് ചാർജ് എന്തിലേക്ക് മാറി? മോഷനിൽ നിന്ന് റെസ്റ്റിലോട്ട് മാറി. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു ഫോർ ചാർജിന്റെ ക്യൂ ചാർജ് ആർ സെപ്പറേഷൻ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു 1 by 4 pi epsilon naught. ആ ഒരു ചാർജും നമ്മളിനി ഇവിടേക്ക് ഏത് ചാർജിനെയാണോ പ്ലേസ് ചെയ്യുന്നത് ആ ചാർജും ഡിവൈഡഡ് ബൈ സെപ്പറേഷന്റെ സ്ക്വയർ ഇല്ല, സ്ക്വയർ വരുന്നത് ഇലക്ട്രിക് ഫീൽഡിലും ഫോഴ്സിലുമാണ് കേട്ടോ. 6 മാത്രമായിരിക്കും പൊട്ടൻഷ്യൽ എനർജിയുടെ ടേമിൽ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി കൺവേർട്ടഡ് ടു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് mv² ഇസ് ഈക്വൽ ടു 1 by 4 pi epsilon naught Q1 Q2 by R. ഇവിടെ ഇപ്പോ ഞാൻ നേരത്തെ ഡിസ്റ്റൻസിനെ D എന്ന് റെപ്രസെന്റ് ചെയ്ത പോലെ ഇവിടെ R എന്ന് റെപ്രസെന്റ് ചെയ്താലും കുഴപ്പമില്ല,
ഡി എന്ന് തന്നെ കൊടുക്കാം. ആൻഡ് ചാർജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ZE/2E ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് D is equal to what? 1/4πε0 ZE/2E divided by half mv². ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ തന്നെ ഓർത്തിരിക്കുക. അതായത് ഈ ഹാഫ് mv² എന്ത് ചെയ്യരുത്, കൺവേർട്ട് ചെയ്തിട്ട് ഈ 1/2 2 മുകളിലേക്ക് വരും. ആൻഡ് 2 2 are 4, this 4 and 4 get cancelled. അങ്ങനെ ഈസിനെസ്സിന് വേണ്ടി അങ്ങനെ ചെയ്യരുത്, അത് മോർ കോംപ്ലിക്കേറ്റഡ് ആവുള്ളൂ. ആ ഹാഫ് mv² ഇക്വേഷനിൽ അങ്ങനെ തന്നെ കൊടുക്കുക. ദാറ്റ് ഇസ് ദി കൈനറ്റിക് എനർജി. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോ കൈനറ്റിക് എനർജി ഓഫ് ദി പാർട്ടിക്കിൾ അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ആൽഫ പാർട്ടിക്കിൾ വരുന്ന കൈനറ്റിക് എനർജി ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പഠിക്കുക. വേറെ ഇക്വേഷൻസിൽ മാറ്റം ഒന്നും വരുത്തരുത്, ഇങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, 1/4πε0 വാല്യൂ ഓർത്തിരിക്കുക. ദാറ്റ് ഇസ് 9 × 10⁻⁹. ആൻഡ് ഇലക്ട്രോണിൻ ചാർജ് ഓർക്കുക, 1.6 × 10⁻⁻19 കൂലും. പോസിറ്റീവ് ഫോർ പ്രോട്ടോൺ ആൻഡ് നെഗറ്റീവ് ഫോർ ഇലക്ട്രോൺസ്. ഓക്കെ, അത്രയും ടേംസ് ആണ് നമുക്ക് ഇതിൽ ഓർത്തിരിക്കാനുള്ളത്. പിന്നെ എനർജി കൺവേർഷൻസും കാര്യങ്ങളും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ കൂടെ പറഞ്ഞു പോവാം. ഓക്കെ, അപ്പം ഒന്നാമത് നമ്മൾ ഓർത്തിരിക്കേണ്ട ആൽഫ പാർട്ടിക്കിൾ ഓർത്തിരിക്കേണ്ടത് ഫോഴ്സ് ബിറ്റ്വീൻ ആൽഫ പാർട്ടിക്കിൾ ആൻഡ് ടാർഗറ്റ് ന്യൂക്ലിയർ ആണ്. ആൻഡ് രണ്ടാമത്തത് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ആള്. അപ്പൊ ഇത് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാരും ഇന്റർ കണക്റ്റഡ് ആണ്, നമുക്ക് ആര് വേണമെങ്കിൽ അവർ ചോദിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഇമ്പാക്ട് പാരാമീറ്റർ. അപ്പൊ ഈ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, ആക്ച്വലി ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി വെലോസിറ്റി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ഫ്രം ദി സെന്റർ ഓഫ് ന്യൂക്ലിയസ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര കാര്യമായിട്ട് കത്തണമെന്നില്ല. അപ്പൊ നമുക്കൊരു ഫിഗർ വരച്ചു നോക്കാം. ഇപ്പോ ഇതാണ് എന്റെ കയ്യിലുള്ള ഒരു ടാർഗറ്റ് ന്യൂക്ലിയർ എന്ന് വിചാരിക്കാം. സോ ദിസ് ഇസ് ഗോൾഡ് ന്യൂക്ലിയസ്. ഇവിടെ ഞാൻ സെന്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെയാണ് എനിക്ക് ആൽഫ പാർട്ടിക്കിളിന്റെ സോഴ്സ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടുന്ന് ഒരു ആൽഫ പാർട്ടിക്കിൾ അല്ലല്ലോ വരിക, ഒരു ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് വരും അല്ലെ. അപ്പോ ഈ ആൽഫ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരാളിന്റെ വെലോസിറ്റി വെക്ടർ ഏത് ഡയറക്ഷനിലായിരിക്കും? ആ മൂവ്മെന്റിന്റെ ഡയറക്ഷനിലായിരിക്കില്ലേ. സോ വെലോസിറ്റി വെക്ടർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഭയങ്കര കൂളായിട്ട് ഇതിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഓഫ് കോഴ്സ് ഇറ്റ് ഗെറ്റ്സ് ഡിഫറെന്റ് അല്ലെ. അപ്പൊ സംടൈംസ് ഇതിന്റെ പാത്ത് എന്തായിട്ട് മാറും? ഇതായിരിക്കും ഇതിന്റെ പാത്ത്. ഇത് ഓൺലി ഇത് എക്സ്പെക്റ്റഡ് പാത്താണ്. പക്ഷേ നമ്മളെ ചാർജ്ഡ് പാർട്ടിക്കിൾ ഉള്ളത് കൊണ്ട് ഇത് എന്ത് ചെയ്തു പോകുന്നു? സ്കാറ്റർ ചെയ്തു പോകുന്നു ത്രൂ ആൻ ആംഗിൾ തീറ്റ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വെരി ഇമ്പോർട്ടൻറ്റ്, ലിസൺ കെയർഫുള്ളി. നൗ ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ലൈൻ വരച്ചത്. ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇംപാക്ട് പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. So it is the perpendicular distance between the velocity of alpha particle and center of nucleus. Okay, now എന്താണ് ഇതിന്റെ ഇക്വേഷൻ? നമുക്ക് ഡെറിവേഷൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ഞാൻ ഇക്വേഷൻ പറയുവാണേ. So B is equal to ZE² cot theta by 2 divided by 4πε0 half mv². ഇവിടെയും ഹാഫ് mv² നിങ്ങൾ കൺവേർട്ട് ചെയ്യരുത്. നമുക്ക് എനർജി ഓഫ് പാർട്ടിക്കിൾ, എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. നമ്മൾ കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് വരുമ്പോൾ സമയം എടുക്കും. മിക്കവാറും എനർജിയും തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ കൺവേർട്ട് ചെയ്ത് എഴുതരുത്. ഓക്കെ, നൗ ഇവിടെ കൊടുത്തിരിക്കുന്ന തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ സ്കാറ്ററിംഗ് ആംഗിൾ ആണ്. ആൻഡ് Z എന്ന് പറയുന്നത് നമ്മുടെ ഏതാണോ നമ്മൾ ടാർഗറ്റ് ന്യൂക്ലിയർ, ടാർഗറ്റ് ന്യൂക്ലിയറിന്റെ അറ്റോമിക് നമ്പർ ഓഫ്
ടാർഗറ്റ് ന്യൂക്ലിയർ ആണ്. ഇപ്പൊ നമ്മൾ ഗോൾഡ് എടുത്തിട്ടാണ് നോർമലി ചെയ്യുന്നത്. സപ്പോസ് ദിസ് ഇമ്പാക്ട് പാരാമീറ്റർ വരാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ Z എന്താന്ന് ഓർത്തിരിക്കണം. നമ്മുടെ ടാർഗറ്റ് ന്യൂക്ലിയയുടെ അറ്റോമിക് നമ്പർ ആണ് Z എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ആൻഡ് ഹാഫ് mv² എന്ന് പറയുന്നത് എബൌട്ട് ആൽഫ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി ആണ് എന്ത് പറയുന്നത്, ഹാഫ് v² എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ടേംസും കാര്യങ്ങളും ഒക്കെ ഞാൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വെരി സിമ്പിൾ. ആൻഡ് ഇമ്പാക്ട് പാരാമീറ്റർ നമ്മൾ ഇച്ചിരി കൂടെ തിയററ്റിക്കൽ ആയിട്ടും കൂടെ ഒന്ന് അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് നമുക്ക് ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 90% ആൽഫ പാർട്ടിക്കിൾ എങ്ങനെയാ പോകുന്നത്, ഇതേപോലെ അൺഡിഫ്ലക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഇങ്ങനെ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു ആൽഫ പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം സ്കാറ്ററിംഗ് ആംഗിൾ എന്തായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പോവണമെങ്കിൽ ദാറ്റ് ആൽഫ പാർട്ടിക്കിൾ ഷുഡ് ബി എവേ ഫ്രം ദി സെന്റർ ഓഫ് ന്യൂക്ലിയർ, അല്ലെ? ഇങ്ങനെ തൊട്ടടുത്താണ് ഞാൻ ടാർഗറ്റ് ന്യൂക്ലിയർ വെച്ചിരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പോവില്ല. സപ്പോസ് ഇത്രയും എവേ ആണ് ഇതിന്റെ ടാർഗറ്റ് ന്യൂക്ലിയർ എങ്കിൽ, സോ ദിസ് ഇസ് എ ബി വാല്യൂ, അല്ലെ? ബി വാല്യൂ ലിറ്റിൽ ബിറ്റ് ലാർജ് ആയി. അപ്പൊ നമ്മളെ ബി വാല്യൂ ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീറ്റയുടെ വാല്യൂ 0 ആയിരിക്കും. പാർട്ടിക്കിൾ എങ്ങനെയായിരിക്കും? ആൽഫ പാർട്ടിക്കിൾ എവേ ഫ്രം ദി ന്യൂക്ലിയസ് ആയിരിക്കും. ഓക്കെ, അനി ബി വാല്യൂ ലെസ് എമൗണ്ട് ആണെങ്കിൽ നമ്മുടെ പാർട്ടിക്കിൾ ഇപ്പൊ ഇത്രയുമാണ് ബി വാല്യൂ വരുന്നതെങ്കിൽ നമ്മുടെ പാർട്ടിക്കിളും അതായത് ആൽഫ പാർട്ടിക്കിളും ഗോൾഡ് ന്യൂക്ലിയസും നിയറസ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അവിടെ നമുക്ക് അറിയില്ല ഒരു ആംഗിൾ തീറ്റ ഈസ് സംതിങ് ഈസ് ഈക്വൽ ടു ആൻ ആംഗിൾ. മസ്റ്റ് ആയിട്ട് അവിടെ ഒരു സ്കാറ്ററിംഗ് ആംഗിൾ ഉണ്ടാവും. ദാറ്റ് മേ ബി എ ലാർജ് ആംഗിൾ ആൻഡ് ദാറ്റ് മേ ബി എ സ്മോൾ ആംഗിൾ, നമുക്ക് അറിയില്ല. ആൻഡ് ആൽഫ പാർട്ടിക്കിൾ ഷുഡ് ബി നിയർ ടു ദ ന്യൂക്ലിയസ്. ഓക്കെ, ഇനി നമുക്ക് ആൽഫ ബീറ്റയ്ക്ക് ഒരു വാല്യൂം കൂടെ കൊടുക്കാം. ബി വാല്യൂ 0 ആവാന്ന് വിചാരിച്ചു. ഈ ബി വാല്യൂ 0 ആവാ എന്തായിരിക്കും അതിന്റെ ഒരു മീനിങ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക്, അല്ലെ? അപ്പൊ ഒരു ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വരുമ്പോ ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി വെക്ടറും അത് തന്നെയാണ് എന്തും വരുന്നത്, നമ്മുടെ വെലോസിറ്റി വെക്ടറും സെന്ററും വരുന്നത് എന്ത് തന്നെയാണ്, സെയിം വാല്യൂലാണ്, അല്ലെ? ഓർ തീറ്റ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 180 എന്ന് പറയാം. സോ this particle or this alpha particle gets reflected back or bounce back. Okay.